വിശേഷം 5-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനം. സ്തോത്രം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് ഒരാളോട് പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരികയാണ്. എവിടൊക്കെയോ വലിയ സ്വസ്ഥത ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ പോവുകയാ. അസ്വസ്ഥത മാത്രം നടമാടിയ മണ്ണിനകത്ത് സ്വസ്ഥത തരാൻ കഴിയുന്നൊരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്താൽ. ഇവിടെ ഒരു സ്ത്രീയുടെ ചരിത്രമാണ്. നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഈ ദൂത് വിവരിച്ചു തീർക്കാം. ആ സ്ത്രീയെ ഒരു രോഗം പിടിച്ചിരിക്കുക. എന്താണ് രോഗം? രോഗമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് കൈപോയിത്താമോ? ഒരു രോഗവും ഇല്ലാത്തവർ എല്ലാവർക്കും എന്തോ ഉണ്ട്? രോഗമുണ്ട്. അപ്പോൾ രോഗമുള്ളവരൊക്കെ സമാധാനിച്ചോണം, എല്ലാവർക്കും ഇത് ഉണ്ട്. ഒരാൾക്ക് ചെവിക്ക് വേദനയാണെന്നാൽ മറ്റേയാൾക്ക് കൈക്ക് വേദനയാണെന്നുള്ള മാറ്റമേ ഉള്ളൂ. സ്തോത്രം. ഒരാൾക്ക് കൈക്ക് വേദനയാണ്, മറ്റൊരാൾക്ക് കണ്ണുവേദനയാണെന്നുള്ള, എല്ലാവർക്കും എന്തോ ഉണ്ട്? അസുഖമുണ്ട്. ദൈവത്തിന് ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ പ്രത്യേകത, ഇവള് ഈ രോഗം നിമിത്തം ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്തുവാ? ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. ഇവക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുത്തു? വൈദ്യന്മാർക്ക് കൊടുത്തു. ഈ നമ്മൾ ചിലപ്പോൾ പൈസ ഇല്ല, സ്വത്രാഴ്ച ഇട്ടില്ലേലും നമ്മൾ വൈദ്യന്മാർക്ക് കാശ് ആരും മിണ്ടുന്നില്ലല്ലോ. ഞാനൊരിക്കലൊരു കുടുംബത്തെ ഫോൺ വിളിച്ചു. അച്ചായനെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞു, വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ യോഗത്തിന്. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, ഇന്ന് വൈകിട്ടൊരു നെഞ്ചിനകത്ത് വേദന ഉണ്ടായാൽ ഓട്ടോ വിളിച്ച് ആശുപത്രി, അയ്യോ അത് പോകാതിരിക്കാൻ പറ്റുമോ? കണ്ടോ, നെഞ്ചുവേദന ഉണ്ടായാൽ കാശുണ്ടാവും. മിണ്ടുന്നില്ല നിങ്ങളാരും. അപ്പം ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്ത്രീക്ക് ഒരു രോഗം പിടിച്ചു, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. ഇവക്കുള്ളതെല്ലാം ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക? വൈദ്യന്മാർക്ക്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറില്ല, ഹോസ്പിറ്റലാ. ചില കെട്ടുകെട്ടായിട്ട് ഒന്നിച്ചടക്കി വെക്കും, എല്ലാം കൂടെ നവംബർ 5-ാം തീയതി അടയ്ക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. വലിയൊരു കാര്യത്തിലോട്ടാണ് വരാൻ പോകുന്നത്. അപ്പം അടുത്ത പദവാ, ഇവളോട് ആരോ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ വാക്യം ഒന്ന് വായിച്ച മേളിൽ. ഹല്ലേലൂയ. ആ പാരഗ്രാഫിൽ കിടപ്പുണ്ട്. സ്തോത്രം. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടൊട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. യേശുവിനെ കുറിച്ച് കേട്ടു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. യേശുവിനെ കുറിച്ച്. അപ്പൊ യേശുവിനെ കുറിച്ച് കേൾക്കണേ, യേശുവിനെ കുറിച്ച് പറയണം. ആര് പറയും? നിങ്ങൾ ശ്രദ്ധിയേ. യേശുവിനെ കുറിച്ച് കേൾക്കണേ, യേശുവിനെ കുറിച്ച് പറയണം. വേണോ? പറയണോ? ആര് പറയും? ആര് പറയും? ഒറ്റ ഒരാൾ മിണ്ടുന്നില്ലല്ലോ. നമ്മളെന്നല്ല, ഞാൻ പറയൂന്ന് പറ. തൻ്റെ ഉള്ള പറ, ഞാൻ പറയും. പറയൂ. പറഞ്ഞായിരുന്നേ ഇപ്പം ആൾക്കാർ നിറഞ്ഞു നിന്നേനെ ഇവിടെ. പറയോ യേശുവിനെ കുറിച്ച്? അയ്യോ ബ്രദറെ, എനിക്ക് ബൈബിൾ മൊത്തം അറിയത്തില്ല. ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാനല്ല പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറയുമോ? നിനക്കുണ്ടായ അനുഭവങ്ങളിൽ യേശു എങ്ങനെ വെളിപ്പെട്ടെന്ന് പറയുമോ? നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യേശു എങ്ങനെ ഇടപെട്ടെന്ന് പറയുമോ? നിങ്ങൾ പറയാൻ തയ്യാറായാൽ ഒരു ദേശം ഉണർത്തപ്പെടും. ചിലർ കൊതിക്കുന്നു നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ. ചിലർ കൊതിക്കുന്നു നിങ്ങളുടെ ചിലർക്കൊരു കുഴപ്പമുണ്ട്. ലോകത്തിന് വന്ന് ആരോടും മിണ്ടാതിരുന്ന് വെച്ച് പോവാം. ഞാനെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും കാര്യം അറിയാൻ വേണ്ട. അങ്ങനല്ല. ഒരാളോട് ആരെക്കുറിച്ച് പറയണം? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ചോദിച്ചേ, പറയുമോ എന്ന് ചോദിച്ചേ.
ഞാൻ യേശുവിനെ കുറിച്ച് വേറൊരാളോട് പറയുമെന്ന് പറയാൻ ധൈര്യമുള്ളവരെന്ന് കൈപൊക്കി പിടിച്ചേ. കുറച്ച് പേരൊക്കെ പൊക്കി. ആട്ടെ, അത്രയും സമാധാനമായി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കേ. ലൈവിൽ കാണുന്നവരോട് ചോദിക്കുക, ഈ വചനം യൂട്യൂബിൽ TV കാണുന്നവരോട് ചോദിക്കുക, യേശുവിനെ കുറിച്ച് പറയുമോ? നിങ്ങൾ പറയുമോ? പറ, മറുപടി പറ. പറയുമോ? ഉറപ്പായിട്ട്. ഈ മാസം തീരുന്നതിന് മുമ്പ് ഒരു 5 പേരോട് ഒരു യേശുവിനെ കുറിച്ച് പറയുമോ? പറഞ്ഞേച്ച് ഇവിടെ കൊണ്ടുവന്നാൽ മതി, ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ മതി, ഞങ്ങളത് പൂർത്തീകരിച്ചോളാം. ഒരാമയും വരുന്നില്ല. നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ ഭയങ്കര തലവേദനയാണ്, നമുക്ക് ഒരു യോഗത്തിന് പോകണം. നിങ്ങൾ അടുത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നടത്തൊരു യോഗത്തിന് പോകണം. എന്തിനാ? സ്തോത്രം. പോയാൽ യേശു സൗഖ്യമാക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്.